ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പെൺകുട്ടികളുടെ യൂണിഫോമിൻ്റെ ഷർട്ട് എങ്ങനെ തയ്ക്കാമെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അതിനായിട്ട് ഫ്രണ്ട് ഭാഗമാണ് ഫസ്റ്റിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുണി രണ്ടായി മടക്കിയിട്ടുണ്ട്. ഓപ്പണുള്ള സൈഡാണ് മടക്കേണ്ടത്. നമുക്ക് ഇതിൽ ബട്ടൺസ് വരുന്നുണ്ട്, ബട്ടൺ ഹോള് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ എന്ത് ചെയ്യുക, തുണിയൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് ആ അരികൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് 1.5 ഇഞ്ച് വിഡ്ത്തിൽ നമ്മളൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മുടെ ബട്ടൺ ഹോളിനും നമ്മൾ ഉപയോഗിക്കുന്നത്. മടക്കിയിട്ടാണ് ഉപയോഗിക്കുക. പിന്നെ ഇങ്ങനെ ഓപ്പണുള്ള സൈഡിലാണ് കൊടുക്കേണ്ടത്. പിന്നെ അരികൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് വരച്ച് കൊടുക്കണം. അതൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ 1.5 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഓരോരോതായിട്ട് ഇങ്ങനെ താഴോട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ മടക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് വരച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് അളവെടുത്തിട്ട് ചെയ്താലും മതി കേട്ടോ. അതുപോലെ കറക്റ്റ് ലെങ്ത്ത് നോക്കുക. ലെങ്ത്തിനേക്കാളും 1.5 ഇഞ്ച് വലിപ്പം കൂടുതലെടുക്കുക. നമുക്ക് തയ്യൽ തുമ്പിനും മുകളിൽ ഇങ്ങനെ പോകാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അളവെടുക്കേണ്ടത് 1.5 ഇഞ്ച് നമ്മൾ വിട്ട ഭാഗത്ത് നിന്നാണ് അളവെടുക്കേണ്ടത്. അപ്പോൾ 8 ഇഞ്ച് അല്ലെങ്കിൽ 9 ഇഞ്ച് കേട്ടോ, അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അത്രയൊക്കെ മതി. ഒരു 23, 24, 25 ഇഞ്ചൊക്കെ ഉള്ള ചെസ്റ്റിൻ്റെയും ഷേപ്പിൻ്റെയും അളവിനുള്ളതാണ്. 8 ഇഞ്ച്, 8.5, 9 ഇഞ്ചൊക്കെ മതിയാവും കേട്ടോ. പിന്നെ തയ്യൽ തുമ്പ് അധികം വേണ്ടവർക്ക് അത്രയും മതി. പിന്നെ ആൺകുട്ടികളുടെ ഷർട്ടാണെന്ന് വെച്ചെങ്കിൽ തയ്യൽ തുമ്പ് നമ്മൾ അധികം ഇടൂല. അപ്പോൾ നമുക്ക് 8 ഇഞ്ച് തന്നെ ധാരാളമായിരിക്കും. ഞാനിവിടെ 9 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ. 1.5 ഇഞ്ച് നമ്മുടെ ബട്ടൺ ഹോളും ബട്ടണും വെക്കാനുള്ളതാണ്. അത് മടക്കി തയ്ക്കാനുള്ളത്. അതിൻ്റെ അവിടെ നിന്ന് വേണം നമ്മൾ അളവെടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഷോൾഡർ ഞാനിവിടെ എടുക്കുന്നത് 6 ഇഞ്ചാണ്. പിന്നെ നമ്മൾ ആം ഹോളിൻ്റെ അവിടേക്കും 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ചെസ്റ്റിൻ്റെ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. 9 ഇഞ്ചാണ് അവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ചെസ്റ്റ്. ആൺകുട്ടികളെ ഷർട്ട് തയ്ക്കണ മാതിരി മടക്കി തയ്ക്കണില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ ഭാഗത്താണ് പോവേണ്ടത്. അതുകൊണ്ടാണ് 9 ഇഞ്ച് എടുക്കുന്നത്. ആൺകുട്ടികളുടെയാണെന്ന് വെച്ചെങ്കിൽ 8 ഇഞ്ച് എടുത്താൽ മതിയാവും കേട്ടോ, ഉള്ളിലോട്ട് തയ്ക്കുന്നത്. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ടിട്ടാം. പിന്നെ ചെസ്റ്റ് ഞാൻ അടയാളപ്പെടുത്തി 9 ഇഞ്ച്, ഷേപ്പ് 8.5 ഇഞ്ച്, പിന്നെ താഴെ ഭാഗത്തും 9 ഇഞ്ച് കേട്ടോ. അതിനെ അടയാളപ്പെടുത്തിയിട്ട് ആം ഹോൾ കർവും വരച്ച് നമ്മൾ ഇത് ക്ലോസ് ചെയ്യണം. പിന്നെ താഴെ ഭാഗത്ത് ഒന്ന് കറക്റ്റായിട്ട് വരച്ച് കൊടുക്കണം കേട്ടോ. നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ എടുക്കുന്നത് 2 ഇഞ്ചാണ്. പിന്നെ 2.5 ഇഞ്ച് താഴോട്ട് ലെങ്ത്ത് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം ഷർട്ടിന്. ആ നെക്കിൻ്റെ അവിടുത്തെ ചുളിവൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അത് നന്നായിരിക്കും. ഷോൾഡർ സ്ലോപ്പും കൊടുത്തിട്ട് നമ്മൾ ഇനി അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ 1.5 ഇഞ്ച് ഉണ്ടല്ലോ, ആ 1.5 ഇഞ്ചും കൂട്ടിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കട്ട് ചെയ്യണത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ നെക്ക് മടക്കി തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ബട്ടൺസിൻ്റെ അവിടെ മടക്കി തയ്ക്കുമ്പോൾ അവിടെ ഒരു ഇതായിട്ട് നിൽക്കും. അപ്പോൾ അതിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ശ്രദ്ധിക്കണേ. അവിടെ ആ 1.5 ഇഞ്ച് ഇങ്ങനെ വിട്ടിട്ട് വേണം നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ബാക്ക് ഭാഗം കട്ട് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഇനി ബാക്ക് ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ്. നമ്മൾ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്ത ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4ആയി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ താഴോട്ട് 2 ഇഞ്ച് കുത്തനാക്കിയിട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് വരച്ച് കൊടുക്കാം. പിന്നെ ഇതിന് ഒരു പ്രത്യേക ഒരു ആം ഹോൾ കർവിൻ്റെ ഒരു ആം ഹോൾ എങ്ങനെ വരക്കുക എന്നുള്ളത്, അതായത് സ്ലീവ് എങ്ങനെ വരക്കുക എന്നുള്ളതിന് ഒരു സ്കെയിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. നമ്മുടെ ബട്ടൺ ഹൗസിലും കിട്ടും, ഓൺലൈനായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാണ്ട് വെച്ചാൽ ബിഗിനേഴ്സിന് ഈസി ആയിട്ട് തന്നെ വെച്ച് വരക്കാവുന്നതേ ഉള്ളൂ. അളവിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒന്നും കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിലേക്കാളും 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ ലെങ്ത്ത് എടുക്കുന്നത്.
കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് താഴെ ഭാഗത്ത് ഒരു പൈപ്പിങ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ലീവ് വരക്കണത് ഇത് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വച്ച് കൊടുത്താൽ മതി, നമുക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് തുടക്കക്കാർക്കും കൂടി ഈസി ആയിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് കുറേ അളവെടുത്തൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനത്തെ ടൂൾസുകളൊക്കെ കുറേ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സമയം പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ അളവെടുത്ത് അങ്ങനെയൊക്കെ ടൈം പോവില്ല, വേസ്റ്റ് ചെയ്യല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം സ്ലീവ് നമുക്ക് കട്ട് ചെയ്യാം. സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മളിങ്ങനെ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് വെട്ടി കൊടുക്കണം. എന്നാൽ നമുക്ക് ആ ഷോൾഡറിൻ്റെ അവിടെയുള്ള പൊന്തി നിൽക്കലൊക്കെ ഒന്ന് മാറിപ്പോട്ടോ. പിന്നെ നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുക. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഈസി ആയിരിക്കും കേട്ടോ, ഇങ്ങനെ സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുത്താൽ. ഇനി നമുക്ക് ബാക്ക് ഭാഗം കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഫ്രണ്ടിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കോളറിൻ്റെ അവിടെ ഒരു ചുളിവ് ഇങ്ങനെ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക് ഭാഗം 1 ഇഞ്ച് ഏറെ എക്സ്ട്രാ എടുക്കുന്നത്. നമ്മൾ ബോയ്സിൻ്റെ ഷർട്ട് എടുക്കുമ്പോഴും ഇതുപോലെ എടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ യോക്ക് ഭാഗം വരും ബോയ്സിൻ്റെന്. അപ്പോൾ ഗേൾസിൻ്റെന് നമ്മൾ ആ യോക്ക് ഭാഗം വെക്കുന്നില്ല. അതിന് പകരമായിട്ട് 1 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് വലിപ്പം കൂട്ടിയിട്ട് വെക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പീഡ് കുറച്ചിങ്ങനെ ഒന്ന് കണ്ടിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ മനസ്സിലാകും. എന്നിട്ട് നമ്മൾ ആ കറക്റ്റ് അളവിന് തന്നെ വരച്ചു കൊടുക്കുക. മുകൾ ഭാഗത്ത് അവിടെ നിൽക്കട്ടെ, നമ്മൾ ഡയറക്റ്റായിട്ട് നേരിട്ടാണ് വരച്ചു കൊടുത്താൽ മതി. പിന്നെ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആവും കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്ക് ഭാഗം കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി ബാക്ക് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് പോവുക. മുൻഭാഗത്തെ ആം ഹോളിനേക്കാളും വലിപ്പം ഉണ്ടാകും ബാക്കിലേത്. ഇനി ബാക്കത്തെ നെക്കും കൂടെ നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. അത് 2 ഇഞ്ചും 1 ഇഞ്ച് താഴോട്ടും കേട്ടോ, 2 ഇഞ്ച് വിടുത്തും 1 ഇഞ്ച് ലെങ്ത്തും. ഇത് നമ്മൾ ചെയ്യണത് നമ്മുടെ കയ്യിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കയ്യിൻ്റെ താഴെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു പൈപ്പിങ് വരുന്നുണ്ട്, 1/4 ഇഞ്ചിൻ്റെ പൈപ്പിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ചുള്ള സ്ട്രാപ്പാണ് എടുക്കുന്നത്. ഇത് ശരിക്കും 2 മതി കേട്ടോ. ഞാൻ 2 യൂണിഫോം ഒപ്പം വെച്ചുകൊണ്ടാണ് തയ്ക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ 4 എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കയ്യിന് ഇത് പൈപ്പിങ് വെച്ച് കൊടുക്കാം. 1/4 ഇഞ്ചിൻ്റെ പൈപ്പിങ്ങാണ്. 2 കൈയും ഇതുപോലെ തന്നെ മടക്കി കൊടുത്തിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് 2ഉം ഒപ്പം വെച്ചിട്ട് വലിപ്പമൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ നോക്കുക. പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സെൻറ്റർ ഒപ്പം വെച്ചിട്ട് ഒക്കെ ഒപ്പാണോ എന്നുള്ളതൊക്കെ നോക്കാം. ഒന്നും കൂടെ കാണിക്കാം. ഇങ്ങനെ ഒന്ന് ചീത്ത വശത്ത് അടിച്ചു വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇനി നമുക്ക് ഫ്രണ്ട് സൈഡ് ഇങ്ങനെയാണ് നോക്കുന്നത് കേട്ടോ. 1.5 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ 1.5 ഇഞ്ച് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഉള്ളിലോട്ടാണ് മടക്കുന്നത്, അതായത് ചീത്ത വശത്തോട്ടാണ് മടക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ 1.5 ഇഞ്ച് മടക്കി വെച്ച ആ ഭാഗത്ത് ഒരു 1 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചൊക്കെയാണ് കിട്ടുക. ആ ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ താഴോട്ട് അടിച്ചിട്ട് വരികയാണ്. ഇവിടെയാണ് നമ്മൾ ബട്ടൺ ഹോളും വെക്കുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ സ്ലോ ആക്കിക്കാണ്ട് കാണിച്ചു തരാം. അപ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. 1.5 ഇഞ്ചാണ്. ഈ 1.5 ഇഞ്ചിൽ നമ്മളിങ്ങനെ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒന്നും കൂടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യണത് കേട്ടോ. ഈ ലൈന് കറക്റ്റായിട്ട് തന്നെ അടിക്കാൻ നോക്കട്ടോ, അല്ലെങ്കിൽ ഒരു വൃത്തികേടായിട്ട് നിൽക്കും. അപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. അത് അടിച്ചതിന് ശേഷം ഇനി നമുക്ക് ബാക്ക് ഭാഗത്തിനോട് കൂടി ജോയിൻ്റ് ചെയ്യാം. അതൊന്നുമില്ല, കറക്റ്റായിട്ട് നല്ല വശം ഒരുമിച്ച് വെച്ച് ചീത്ത വശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട്
ഇനി അത് അടിച്ചതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് ഭാഗം കുറച്ച് നീളം കൂട്ടിയിട്ടാണ് ആ മോളിൻ്റെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വെച്ച് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഏതാണെന്നുള്ളത് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഇങ്ങനെ ഏറ്റുകുത്തനായിട്ട് നിൽക്കും. അപ്പോൾ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് സെൻറ്റർ ഏതാണെന്നുള്ളത് അടയാളപ്പെടുത്തി കൊടുക്കുക. മുകൾ ഭാഗത്ത് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചൊക്കെ നമുക്ക് കുറഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത പോലെ തന്നെ ബാക്കിലും നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. സ്ലീവിൻ്റെ സെൻറ്ററും നമ്മുടെ ഷർട്ടിൻ്റെ ആ സെൻറ്റർ ഭാഗവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യണത്. അപ്പോഴാണ് കറക്റ്റായിട്ട് നിൽക്കുക കേട്ടോ. പ്ലീറ്റഡ് ഷിമ്മിയൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ ഇഷ്ടമായെങ്കിൽ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇനി ഇത് നമുക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. പിന്നെ താഴെ ഭാഗ്യം മടക്കി അടിക്കണം. അതുപോലെ തന്നെ നമുക്ക് കോളർ വെക്കണം. കോളർ വെക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് ആണ് സ്റ്റിച്ചിങ്ങിന് തയ്യൽ തുമ്പിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റിച്ച് നമ്മൾ 1.5 ഇഞ്ച് തന്നെ കൊടുത്താൽ മതി കേട്ടോ. 1.5 ഇഞ്ച് കറക്റ്റായിട്ട്. പിന്നെ അളവൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്താണ്ട് എന്നിട്ട് ഒന്ന് അടിച്ചു കൊടുത്താണ്ട് കേട്ടോ. അടുത്ത ഇനി കോളർ അറ്റാച്ച് ചെയ്യണേ. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യണത്. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിൻ്റെ പകുതി നമ്മൾ എടുക്കുക. ക്യാൻവാസിലാണ് ചെയ്യണത്. ക്യാൻവാസ് മടക്കി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ടൊക്കെ ഒന്ന് നോക്കിയാലൊന്ന് മനസ്സിലാവും കേട്ടോ. എന്നിട്ട് കറക്റ്റ് ക്യാൻവാസിൽ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ പകുതിയാക്കിയിട്ട് ടാപ്പിൽ തന്നെ വെച്ചോളൂ. എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 12.5 ഇഞ്ചാണെന്നെങ്കിൽ ആ 12.5 ഇഞ്ചിൻ്റെ അവിടെ ഇങ്ങനെ മടക്കി അടിക്കുക. ഇനി 13 ഇഞ്ചാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് എത്രയാണോ കിട്ടുന്നത് അത്രയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ വെക്കുക. കണ്ടോ, ഇതിൻ്റെ പകുതി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ട് അവിടെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് ഞാനിവിടെ കുറച്ച് സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ പെട്ടെന്ന് ചെയ്യുന്നതാണ്. ഇവിടെ ചെറിയ ബുദ്ധിമുട്ട് എല്ലാവർക്കും വരുന്നതായിട്ട് കാണാം. പക്ഷേ 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ മനസ്സിലാകും. അപ്പോൾ വീണ്ടും വീണ്ടും ഒന്ന് കണ്ട് നോക്കിയാൽ മനസ്സിലാകും കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് 1 ഇഞ്ചിൽ നമ്മൾ കൊടുക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് ചെറിയൊരു കേവ് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെറിയൊരു ഷേപ്പിന് വേണ്ടിയിട്ട്. താഴെ ഭാഗത്തും ഇതുപോലെ തന്നെ വരക്കുക. എന്നിട്ട് നമുക്ക് കറക്റ്റാണോ അളവ് എന്നുള്ളതൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് കേട്ടോ. പിന്നെ മുകൾ ഭാഗത്തേക്ക് 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവിടെയും 2 ഇഞ്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടേക്ക് കർവ് കൊടുക്കുക. അത് ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് കണ്ടാലാണ് മനസ്സിലാവുക. അതുകൊണ്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് കണ്ടോളൂ. ഇത് അറിയുന്നവർ ഒന്ന് സ്പീഡ് കൂട്ടി കണ്ടോളി. അപ്പോൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാകും. അത് 1/2 ഇഞ്ച് കുറച്ച് അങ്ങോട്ട് തള്ളിയിട്ട് നമുക്ക് വരച്ചു കൊടുക്കണം. ആ ഒരു ഷേപ്പ്, കോളറിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവിടെ ഈ ഭാഗത്ത് 1.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കണം. ആ ഒരു 1.5 ഇഞ്ചിലോട്ട് 2 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ഷേപ്പ് ഇങ്ങനെ കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു സ്കെയിൽ വെച്ച് നമ്മൾ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്ന് വളച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി അതല്ല ഈ സ്കെയിലില്ലാത്തവർ കൈ കൊണ്ട് തന്നെ അങ്ങനെയൊന്നും മെല്ലെ 1.5 ഇഞ്ചിലോട്ട് വരച്ച് കൊടുത്താൽ മതി. പിന്നെ എപ്പോഴും പിൻ ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തെന്നി മാറൂല കേട്ടോ. കട്ട് ചെയ്യുന്നതിൻ്റെ അവിടെയാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. ഇനി ഇത്
സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ക്യാൻവാസിൻ്റെ മുകളിലൂടെ അങ്ങനെ അടിച്ചാൽ മതി. 2 എണ്ണം ഒപ്പം വെച്ചിട്ടാണ് കേട്ടോ. അതായത് 2 പീസ് വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് ക്യാൻവാസ് വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ഭാഗം ഉള്ളിലോട്ട് വരുന്ന രീതിക്ക് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനിയാണ് നമ്മൾ ക്യാൻവാസിൻ്റെ മുകളിലൂടെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ആദ്യം നമ്മൾ എന്ത് ചെയ്യണത്, മുകൾ ഭാഗത്തെ കോളറാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററൊക്കെ കണക്കാക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ താഴെയുള്ള ആ ഒരു ഇഞ്ചിൻ്റെ കോളർ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്നും അടിച്ചു വിടുന്നില്ല, കറക്റ്റായിട്ട് തന്നെ കണ്ടോളൂ. കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്ന് ടക്ക് ഇട്ട് കൊടുക്കുക. ടക്ക് എപ്പോഴും ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നെങ്കിലാണ് ആ മടക്കി കൊടുക്കുമ്പോൾ ആ ഒരു ചുളിവില്ലാതെ നിൽക്കുള്ളൂ. ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൊടുത്തോളും, അതവിടെ അമർന്ന് നിന്നോളും. ഇനി നമുക്ക് താഴെയുള്ള ആ കോളർ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒന്ന് ഫസ്റ്റ് താഴെ ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കണക്കാക്കി അവിടെ നിന്ന് മാർക്കിട്ട് കൊടുത്തുകൊണ്ട് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൂടുതൽ ഈസി ആയിരിക്കും കേട്ടോ. അതുപോലെ മുകൾ ഭാഗത്തിൻ്റെ കോളറും ഇതുപോലെ തന്നെ ഒന്ന് മാർക്കിട്ട് കൊടുക്കുക, അതിൻ്റെ സെൻറ്റർ ഭാഗം. ഇനി സെൻറ്ററും ഒരുമിച്ച് വെച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് സെയിം പീസ് വെച്ചിട്ട് അതിൻ്റെ അവിടെ നിന്ന് പിൻ ചെയ്ത് കൊടുത്തുകൊണ്ടൊന്ന് പിന്നെ കറക്റ്റായിട്ട് അവിടെ നിന്നോളും. എന്നിട്ട് അതുപോലെ പീസ് ഒന്നും കൂടെ വെച്ചിട്ട് ഒന്ന് കറക്റ്റായിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഞാൻ പറയുന്നേക്കാളും ഞാൻ 2 ഷർട്ട് ഒപ്പമാണ് അടിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എനിക്ക് 2 കോളറൊക്കെ കാണുന്നത് കേട്ടോ. അത് കണ്ട് നിങ്ങൾ വറിയിടാവണ്ട. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ കോളറിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ വിശദീകരിക്കാത്തത്. ഇവിടെ ഞാൻ അടിച്ചു വിടുന്നുമില്ല, സാവധാനത്തിൽ സ്ലോലിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളത് കോളറ് ഷർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കറക്റ്റാണല്ലോ, നമ്മുടെ അളവൊക്കെ കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തുമ്പിൽ നിന്ന് തുടങ്ങിയാൽ മതി. ഇനി നിങ്ങൾക്ക് അത് കറക്റ്റാണോ അല്ലേ എന്ന് സംശയം ഉണ്ടെന്ന് വെച്ചെങ്കിൽ കോളറിൻ്റെ സെൻറ്റർ ഭാഗവും അതുപോലെ ഷർട്ടിൻ്റെ സെൻറ്റർ ഭാഗവും വെച്ച് ഒരുമിച്ച് വെച്ച് കൊണ്ട് അടിച്ചാൽ മതി. എനിക്കിപ്പോൾ സംശയമൊന്നുമില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ക്ലോസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ എന്തെങ്കിലും കൂടുതൽ ഇതിൽ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ അങ്ങനെ ചെയ്യണം എന്നുള്ളൊക്കെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും രേഖപ്പെടുത്തുക കമൻറ്റിൽ. ഓക്കെ, താഴെ ഭാഗം മടക്കി അടിച്ചു കൊടുക്കുക കേട്ടോ. ബട്ടൺസ് വെക്കുന്നതും ബട്ടൺ ഹോൾ വെക്കുന്നതും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞാനിനി ഒരു നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം അതൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ.